ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് ഇതെന്ന് പറയുന്നത് നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതാണ്. സോ നമുക്കിന്ന് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് സയൻസ് ഓഫ് മോറൽ ഡ്യൂട്ടി. അതായത് നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലെ റൂൾസാണ്. ഓക്കെ, അതായത് നമ്മളിത് അനുസരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ നിയമ നടപടികൾ നേരിടില്ല, പക്ഷേ നമ്മളൊരു പ്രൊഫഷനിലായിരിക്കുമ്പോൾ കുറച്ച് പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് എത്തിക്സിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് ഫാർമസിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ എത്തിക്സ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, അതിനെയാണ് ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ മൊറാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിരത്തിൽ തുപ്പരുത്. അപ്പോൾ ഇതൊക്കെ ഒരു ഗുഡ് കണ്ടക്റ്റാണ്. ഇതൊക്കെ മൊറാലിറ്റിയാണ്, മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ ഇതൊക്കെയൊക്കെയാണ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് കുറേ മോറൽ പ്രിൻസിപ്പിൾ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ് എന്ന് പറയും. ദെൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതായത് ഇതൊരു ഹ്യൂമൻ കണ്ടക്റ്റാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ലോയിൽ നമ്മൾ പറയുന്നത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ ജീവിക്കണം. ഓക്കെ, ദെൻ എത്തിക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇതൊരു സ്റ്റാൻഡേർഡാണ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആ പ്രൊഫഷനെ നമുക്ക് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയാണ് എത്തിക്സിനകത്ത് പറയുന്നത്. ദെൻ നമ്മളിപ്പോൾ ഒരു നിയമം തെറ്റിച്ചെന്ന് പറഞ്ഞോ, അതായത് നിയമം തെറ്റിക്കുക എന്ത് കിട്ടും? ഒരു വയലേറ്ററിന് അയാൾക്ക് അനുസൃതമായ ഒരു പണിഷ്മെൻറ്റ് കിട്ടും. അയാൾ ജയിലിലേക്കോ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ഫൈനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ എത്തിക്സ് തെറ്റിച്ചു എന്ന് വെച്ചോ, അതായത് ഒരു എക്സാമ്പിൾ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു എത്തിക്സ് ആണ്. അപ്പോൾ സഹായിച്ചില്ലെങ്കിൽ നമ്മളെ ജയിലിൽ അടയ്ക്കുകയില്ല. അപ്പോൾ ഇതും എത്തിക്സും ലോയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. ദെൻ ലോയിൽ പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ലോയ്ക്ക് തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എത്തിക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്റ്റ് ആണ്. അതായത് ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ജീവിക്കണം. ദെൻ ലോയ്ക്കകത്ത് പറയുന്ന നെക്സ്റ്റ് ഡിഫറൻസ് ഇതാണ്. ഒരു ലോ ഉള്ളത് കൊണ്ട് നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കില്ല. നമുക്കറിയാം, നമ്മൾ വേറൊരാളെ ഉപദ്രവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പണിഷ്മെൻറ്റ് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ലോ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ല. പക്ഷേ നമുക്കൊരു തൊട്ടടുത്തുള്ള ഒരു അയൽവാസി സഹായിക്കണമെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോ വഴി പറയാൻ പറ്റില്ല. നിയമം വഴി നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. സഹായിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? പണിഷ്മെൻറ്റും കിട്ടില്ല. ദെൻ എത്തിക്സിനകത്ത് പറയുന്നതാണ് നമുക്ക് സഹായിക്കാം, അതൊരു എത്തിക്സാണ്. സഹായിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദെൻ ലോയിൽ പറയുന്ന അടുത്ത ഡിഫറൻസ് ഇതാണ്. ഇപ്പോൾ ഒരു ഫാർമസി നടത്തുമ്പോൾ മിസ്ബ്രാൻഡഡോ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമത്തിനെതിരാണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടും. പക്ഷേ എത്തിക്സിനകത്ത് പറയുന്നതാണ്, രണ്ട് ഫാർമസി ഷോപ്പുകൾ അടുത്തുണ്ട്. ഒരു ഫാർമസിയിൽ വിൽക്കുന്നതിനേക്കാളും വില കുറച്ചാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? തൊട്ടടുത്ത ഫാർമസിയിൽ കച്ചവടം കുറയും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും MRP, അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഉണ്ട്, അതിനേക്കാളും കുറച്ച് വിൽക്കാൻ നോക്കരുത്. നമ്മുടെ കടയിൽ തിരക്ക് കൂടുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത കടയിൽ തിരക്ക് കുറഞ്ഞുള്ളൊരു സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ മോസ്റ്റ്ലി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ലോ തെറ്റിച്ചാൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും, എത്തിക്സ് തെറ്റിച്ചാൽ പണിഷ്മെൻറ്റ് കിട്ടില്ല. പക്ഷേ അത് നമ്മൾ പ്രൊഫഷണലി ഫോളോ ചെയ്യേണ്ട കുറച്ച് തിങ്സാണ്. അപ്പോൾ ഇതാണ് എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ കോഡ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ PCI എന്ന് പറയുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞ് നമ്മുടെ ഫാർമസിയെ മൊത്തം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കൗൺസിലാണ്. അപ്പോൾ ഇവരാണ് എന്തൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് മേജർലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല സ്വഭാവത്തിനാണ്. അതായത് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ ഇതിനകത്ത് 4 സബ് ഹെഡിങ്സ് വരുന്നുണ്ട്.
ഓക്കെ ഹിസ് അക്കോർഡിംഗ് ടു ഹിസ് റിലേറ്റഡ് ടു ഹിസ് ജോബ്, റിലേറ്റഡ് ടു ഹിസ് ട്രൈബ്, ഹിസ് പ്രൊഫഷൻ ആൻഡ് മെഡിക്കൽ പ്രൊഫഷൻ. അപ്പോൾ നമുക്ക് ഓരോ ഹെഡിങ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഫാർമസിസ്റ്റ് ഇൻ റിലേഷൻ ടു ഹിസ് ജോബ്. ഓക്കെ, അതായത് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മുടെ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ജോബ്. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മുടെ ജോബിൽ എന്ത് ചെയ്യാം, നമ്മുടെ എത്തിക്സ് ഫോളോ ചെയ്യാനാണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. ഈ സ്കോപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസിനകത്ത് പറയുന്നത് ഒരു ഫാർമസി നമ്മളൊരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒരു ഫാർമസി തുടങ്ങുമ്പോൾ എന്താണ്, ഒരു മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം, ഇന്ന മെഡിസിൻസ് ഉണ്ടായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളിനി പഠിക്കുന്നുണ്ടാവും. ഷെഡ്യൂൾ N എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂളിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ സ്കോപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസിനകത്ത് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്യണം, ഫാർമസ്യൂട്ടിക്കൽ സർവീസ് നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സർവീസസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല ഒരു ഡിലേ ഉണ്ടാവാതെ തന്നെ എന്ത് ചെയ്യണം, ഈ മെഡിസിൻസ് നമ്മൾ മാക്സിമം പേഷ്യൻസിലോട്ട് എത്തിക്കണം. ഓക്കെ, മാത്രമല്ല ഏത് സമയത്തും എന്ത് ചെയ്യണം, വില്ലിങ്നെസ്, അതായത് ഒരു മെഡിസിൻ സപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ മെഡിസിൻസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കണ്ടക്ട് ഓഫ് ഫാർമസി. കണ്ടക്ട് ഓഫ് ഫാർമസിക്കകത്ത് പറയുന്ന ഇതാണ്, ആ ഫാർമസിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം, മാക്സിമം ആക്സിഡൻ്റൽ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ആക്സിഡൻ്റൽ കണ്ടാമിനേഷൻ മീൻസ് നമ്മളൊരു മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, മൈക്രോ ഓർഗാനിസംസോ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസോ നമ്മുടെ മെഡിസിനിൽ ഇൻക്ലൂഡഡ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, കണ്ടാമിനേഷൻ സംഭവിക്കും. അത് പേഷ്യൻറ്റിൻ്റെ ജീവന് വരെ അതൊരു ഹാംഫുള്ളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ക്ലീൻലിനെസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഫാർമസിക്കകത്ത് ക്ലീൻലിനെസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല നമ്മളൊരു ഫാർമസി കണ്ടാൽ തന്നെ ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യണം. അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊരു ഫാർമസിയാണ്, നല്ല വെൽ ക്ലീൻഡ് ആയിട്ടുള്ളൊരു ഫാർമസിയാണ്, നല്ലൊരു പ്രൊഫഷണലിസം നമുക്കതിൽ ഫീൽ ചെയ്യണം. മാത്രമല്ല ഇതിനകത്ത് പബ്ലിക്കിന് ക്ലിയർ ആയിരിക്കണം, ഇവിടെ ഒരു ഫാർമസി ഉണ്ട് എന്നുള്ള കാര്യം പബ്ലിക്കിന് നോട്ടീസബിൾ ആയിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈൻസോ നോട്ടീസോ ഡിസ്ക്രിപ്ഷൻസോ വേർഡിങ്സോ എന്തെങ്കിലും ഒരു പബ്ലിക്കിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നോട്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബോർഡോ സൈനിങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അത് ഒരു പെർട്ടിക്കുലർ സൈസും ഷേപ്പും എല്ലാം അതിനുണ്ടായിരിക്കണം. ഇതാണ് കണ്ടക്ട് ഓഫ് ഫാർമസിക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്. ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷനകത്താണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു ഫാർമസിയിൽ നിൽക്കുമ്പോഴായാലും നിങ്ങളൊരു പ്രൊഫഷനിലോട്ട് എത്തുമ്പോഴായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത്, ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഒരു പ്രിസ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്ന സമയത്തിന് തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് ഒരു കമൻറ്റോ ഡിസ്കഷനോ ഒന്നും നടത്താൻ പാടില്ല. അതായത് ഇതിൽ കുറിച്ചിരിക്കുന്ന മരുന്നിനെ പറ്റിയിട്ടോ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ പേഷ്യൻറ്റിന് എന്ത് ചെയ്യും, ഒരു അൺഹെൽത്തി, അതായത് ഇപ്പോൾ ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ അത് പേഷ്യൻസിന് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പ്രിസ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അതും പേഷ്യൻറ്റിന് അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, ആൻസൈറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതായത് പേഷ്യൻ്റ് ഒരു സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ വളരെ വ്യക്തമായിട്ട് ഉത്തരം തരണം. മാത്രമല്ല അത് കോഷൻ ഉണ്ടായിരിക്കണം. കാരണം ചില പേഷ്യൻസിനോട് ഡോക്ടർ പറയുന്നുണ്ടാവില്ല ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഡ്രഗാണെന്ന്. അപ്പോൾ ഫാർമസിസ്റ്റും അതുപോലെ തന്നെ മാക്സിമം കെയർ എടുത്തതിന് ശേഷം മാത്രമേ ആ പേഷ്യൻറ്റിനോട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ഒരു ഫാർമസിസ്റ്റിനും അധികാരമില്ല ഒരു പ്രിസ്ക്രിപ്ഷനിലെ ഡ്രഗ് ഒമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ അധികാരമില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പ്രിസ്ക്രൈബറിൻ്റെ, അതായത് ഡോക്ടറിൻ്റെ സമ്മതം ഇല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രിസ്ക്രിപ്ഷനിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുകയോ ഒമിറ്റ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ദെൻ ചില സാഹചര്യങ്ങളിൽ എമർജൻസി കണ്ടീഷൻസിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം
ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുന്നത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇമർജൻസി കണ്ടീഷൻസിൽ നമുക്കങ്ങനെ ചെയ്യാം. ഓക്കെ, മാത്രമല്ല നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് എഫിക്കസിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാത്തതും ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് അതിനകത്ത് തന്നെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ അതിനകത്ത് കയ്യിലൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി, അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഓവർ ഡോസേജ് ആണ്, അല്ലെങ്കിൽ ഇൻകോമ്പാക്റ്റിബിലിറ്റി ഉണ്ട്. ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, അതിനകത്തുള്ള 2 ഇൻഗ്രീഡിയൻസ് തമ്മിൽ എന്തെങ്കിലും റിയാക്ഷൻ നടന്നിട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഫർ ബാക്ക് ചെയ്യണം. ഓക്കെ, റെഫർ ബാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ പ്രിസ്ക്രൈബറിൻ്റെ അടുത്തോട്ട് തിരിച്ച് വിടണം കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും പ്രിസ്ക്രൈബറിൻ്റെ, അതായത് ഡോക്ടറുടെ റെപ്യൂട്ടേഷൻ തകർക്കുന്ന രീതിയിൽ ഒന്നും പേഷ്യൻറ്റിനോട് സംസാരിക്കാൻ പാടില്ല. ചിലപ്പം ഡോക്ടർ അറിയാതെ പറ്റിയൊരു തെറ്റായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ പേഷ്യൻറ്റിനോട് പ്രിസ്ക്രൈബറിനെ പറ്റി മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം, റീഫില്ല്, ഓക്കെ, ഫോൺ വഴി നമുക്ക് ചെയ്യാം കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, റീഫില്ലിങ് നടത്തുന്ന സമയത്ത്, അതായത് ചില പ്രിസ്ക്രിപ്ഷൻസൊക്കെ മോർ ദാൻ 6 months 1 year ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഈ ബ്ലഡ് പ്രഷറിനും ഹാർട്ട് ഡിസീസിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് മോർ ദാൻ 6 months ഒക്കെ ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കെയർ കൊടുക്കണം. ഇത് എത്ര മാസത്തേക്കുള്ളതാണ്, അതായത് ഓരോ മാസം കഴിയുന്തോറും അതിലൊരു എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ 6 മാസം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവണം, 6 മാസം കഴിഞ്ഞു, ഇനി ഡോക്ടറിനെ കണ്ടിട്ട് മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷനകത്ത് പറയുന്ന കാര്യം. ഇത് മാക്സിമം കെയർ കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹാൻഡ്ലിംഗ് ഓഫ് ഡ്രഗ്സ്. ഹാൻഡ്ലിംഗ് ഓഫ് ഡ്രഗ്സിനകത്ത് പറയുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഓക്കെ, ഇതിപ്പോൾ മാക്സിമം ഇതിപ്പോൾ പ്രായോഗികമല്ല. കാരണം ഇത് പഴയ കാലത്ത് മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നതിന് പകരം കോമ്പൗണ്ടും കൂടെ ചെയ്യുമായിരുന്നു, അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ലാബിൽ ചെയ്യുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ത് ചെയ്യണം, മെഷേഴ്സ് കറക്റ്റായിരിക്കണം. വിഷ്വൽ എസ്റ്റിമേഷൻ പാടില്ല, അതായത് ഏകദേശ കണക്ക് വെച്ച് ആഡ് ചെയ്യാൻ പാടില്ല. എല്ലാം കറക്റ്റ് വെയിറ്റ്, സ്റ്റാൻഡേർഡ് വെയിങ് പ്രൊസീജിയർ ഉപയോഗിച്ച് വെയിങ് നടത്തിയിട്ട് വേണം അത് വെയിറ്റ് എടുക്കാനായിട്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്. സ്പ്യൂരിയസോ സബ്സ്റ്റാൻഡേർഡോ അൺഎത്തിക്കലായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. ദെൻ അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ജുഡീഷ്യസ് ആയിരിക്കണം. അതായത് എന്താണ്, നമ്മുടെ ഈ അഡിക്ഷൻ ഉണ്ടാകുന്ന ഡ്രഗ്സ് ഉണ്ട്, കൊഡീൻ പോലത്തുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്. അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കെയർ കൊടുത്തായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ്ലിംഗ് ഓഫ് ഡ്രഗ്സിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, അപ്രൻറ്റീസ് ഫാർമസിസ്റ്റ്. അപ്രൻറ്റീസ് ഫാർമസിസ്റ്റിനകത്ത് പറയുന്നത്, അപ്രൻറ്റീസ് ഫാർമസിസ്റ്റ് എന്ന് വേറെ ഒന്നുമല്ല, ഞങ്ങളിപ്പോൾ 2 വർഷം DPharm പഠിച്ചതിന് ശേഷം 3 മാസം ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നുണ്ടാവും. അങ്ങനെ ട്രെയിനിങ്ങിന് പോകുന്ന ആൾക്കാരെയാണ് അപ്രൻറ്റീസ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ അപ്രൻറ്റീസ് ഫാർമസിസ്റ്റ് 3 മാസം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻചാർജ് ഉണ്ടാവും. ഇയാൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണോ, ഇയാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻചാർജിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ അപ്രൻറ്റീസ് ഫാർമസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്രൻറ്റീസ് ഫാർമസിസ്റ്റിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ അപ്രൻറ്റീസ് ഫാർമസിസ്റ്റ് അത് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാർമസിസ്റ്റ് ഇൻ റിലേഷൻ ടു ഹിസ് ജോബ്.